കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ്. അങ്ങനെ പൊന്നുമടത്തിൽ വീണ്ടും സന്തോഷം അലയടിക്കാണ്. കുറച്ച് നാളത്തെ കുറെ പ്രശ്നങ്ങൾക്ക് ശേഷം അങ്ങനെ സ്വാതി തന്റെ തെറ്റൊക്കെ തിരിച്ചറിയുന്നേ അതിന്റെ കുറച്ച് വിശേഷങ്ങളും ഋതുവിനിട്ട് നല്ല എട്ടിന്റെ പണി കിട്ടുകയും ചെയ്യുകയൊക്കെ ചെയ്യുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത്. കുറച്ച് ദിവസമായിട്ട് ആകെപ്പാടെ വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു പൂർണിമ. കാരണം സ്വാതിയുടെ മനമാറ്റം തന്നെയായിരുന്നു അതിന്റെ കാരണം. സ്വാതി ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. തന്നെ പോലും മൈൻഡ് ചെയ്യുന്നല്ല. ആ ഒരു വിഷമമൊക്കെ പൂർണിമയുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ഒരു അവസാനമാകുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വാതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുവാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ആക്കുവാണ്. വേറൊരു നിവൃത്തിയില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ സ്വാതിക്ക് അതിൽ നിന്ന് മുക്തി നേടണം. അതിന് വേണ്ടിയിട്ട് പല്ലവിയാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ മെഡിസിൻ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി കിടന്ന് മയങ്ങുവാണ്. ഈ സമയം സേതുവിനും പല്ലവിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ സ്വാതിക്ക് ഇത് തുടക്ക സ്റ്റേജ് ആയതുകൊണ്ട് കുഴപ്പമില്ല, മാറ്റാന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും. സേതുവേട്ടൻ അങ്ങോട്ട് വരുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ സേതുവിനോട് പല്ലവി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം സ്വാതി പതുക്കെ കണ്ണു തുറക്കുവാണ്. കണ്ണു തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. ചുറ്റും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അടുത്തായിട്ട് സേതുവും പല്ലവിയും നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ നോക്കി. ഈ സമയം പല്ലവി സ്വാതിയുടെ അടുത്തേക്ക് എന്നു. സ്വാതിയുടെ അടുത്ത് എന്നിട്ട് സ്വാതിയുടെ കയ്യിലേക്ക് പിടിച്ചു. പെട്ടെന്ന് സ്വാതി ചോദിച്ചു, ഇത് എവിടെയാ ഞാനെന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് പറഞ്ഞു, ഇത് ഹോസ്പിറ്റലാന്ന് പല്ലവി പറയുവാണ്. ഹോസ്പിറ്റലോ? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അത് സ്വാതിക്ക് വല്ലതും ഓർമ്മയുണ്ടോ? സ്വാതി മുമ്പ് എവിടെയായിരുന്നു, വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ സ്വാതി ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇന്ദ്രന്റെ അടുത്തേക്ക് പോയതൊക്കെ ഓർമ്മയുണ്ട്, അവിടെ ചെന്ന് കയറിയതൊക്കെ ഓർമ്മയുണ്ട്. 2 ദിവസമായിട്ട് തലയ്ക്ക് ഒരു ബോധവും വെളിവില്ലായിരുന്നു. എന്തോ ഒരു ആസക്തിയായിരുന്നു. ഇന്ദ്രന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ശമനം ഉണ്ടായത്. പിന്നീട് കടൽ തീരത്ത് വെച്ച് ഇങ്ങനെ മ്യൂസിക് വെച്ച് ഡാൻസ് കളിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. അപ്പോഴേക്കും സ്വാതിയുടെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അതെ സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പറയാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്ന് കുടിക്കും. ആദ്യമേ ഞങ്ങൾ പറഞ്ഞല്ലായിരുന്നോ ആ ഇന്ദ്രന്റെ പിടിയിൽ അകപ്പെട്ട് പോവരുതെന്ന്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാതിനെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു പറയണം. ഇത് കേട്ടപ്പം സ്വാതി ഒന്നും മിണ്ടിയില്ല. സ്വാതി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അതെ നശിക്കാൻ എളുപ്പമാണ്, അറിയാലോ. പൂർണ്ണാമ്മയ്ക്ക് എന്തുമാത്രം വിഷമിക്കുമെന്നറിയാവോ? ഒന്നുമല്ലേലും പൊന്നുമടത്തിലെ മാധവമേനന്റെ മോളല്ലേ. നശിച്ചെന്നൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പരൊരു അപമാനം പൂർണ്ണാമ്മയ്ക്കൊക്കെ ഉണ്ടാവാനുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണാമ്മ പിന്നെ ജീവിച്ചിരിക്കും സ്വാതിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഞാനിതിപ്പോ ഉപദേശിക്കുന്ന ഒരു വെറുതെക്കാരിയായിട്ടോ അല്ലെങ്കിൽ സ്വാതിനെ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ടോ കരുതിയാൽ മതി. അല്ലാതെ സ്വാതിയുടെ വീട്ടിൽ കഴിയുന്ന ഒരു അഗതിയായിട്ട് എന്നെ കണക്ക് കൂട്ടണ്ട. സ്വാതി എന്നെ ഒരു ടീച്ചറായിട്ട് കണക്കൂട്ടിയാൽ മാത്രം മതി എന്ന് പറയണം. ഇതൊക്കെ കേട്ടതും സേതു ഒന്നും മിണ്ടാതെ സേതു അവിടെ നിൽക്കുവാണ്. സ്വാതി സേതുവിനെ നോക്കി. സേതു പക്ഷെ ആ സമയത്ത് ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് പല്ലവി പറഞ്ഞു, ഇങ്ങ് നോക്ക്, ഇപ്പൊ സേതുവേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ സ്വാതിക്ക് എന്താ സംഭവിക്കുന്നത് സ്വാതിക്ക് അറിയാലോ. ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് സ്വാതിനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സ്വാതി ഒരു പക്ഷേങ്കിൽ ഇന്ന് ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു. അവിടെ വീണ് കടന്ന് സ്വാതി മരിച്ചു പോയന. അപ്പോഴേക്കും സ്വാതിയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തന്നെ രക്ഷിക്കാൻ പറഞ്ഞ് താൻ വിളിച്ചലർന്നേ. പക്ഷെ ആരും തന്നെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇന്ദ്രൻ നോക്കി നിൽക്കുള്ളൂ. അത് സ്വാതിക്ക് എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനൊന്നും പറ്റാൻ പോകുന്നില്ല. സ്വാതിക്ക് മാത്രമേ പറ്റുള്ളൂ. പൊന്നുമടം കുടുംബത്തിന്, പൂർണ്ണാമയ്ക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ ഇന്ദ്രൻ ആ സമയത്തും കൈകൊട്ടിച്ചിരിക്കുകയാണ്. നന്മേതാ തിന്മേതാന്ന് തിരിച്ചറിയേണ്ട പ്രായം സ്വാതിക്ക് കഴിഞ്ഞ. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയല്ലേ, പ്രായപൂർത്തി ആയതല്ലേ. അപ്പൊ അതിൻ്റെതായ പാകുതയും പക്വതയൊക്കെ കാണിച്ചുകൂടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സ്വാതി പറഞ്ഞു, അത് പിന്നെ ഞാന് എന്ന് പറയാണ്. പിന്നീട് സേതു സ്വാതിയുടെ അടുത്തേക്ക് എന്നു. സ്വാതിയുടെ അടുത്ത് എന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി അവന്റെ പിടിയിലേക്ക് ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഇതിനകത്ത് ചെന്ന് പെടുന്നെങ്കിൽ ഒരു പക്ഷെ സ്വാതിക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കില്ല, മോചിതയാകാനായിട്ട് സാധിക്കില്ല എന്ന് പറയണ. തൽക്കാലം ഇപ്പൊ രക്ഷപ്പെട്ടു. പല്ലവി ഞാനൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം. പക്ഷെ ഇനി ഇതുപോലെ പോയി കുടുക്കി ചാടാതെ നോക്കണം. ഒരുപക്ഷെ ഞാൻ അവിടെ ഇല്ലെന്ന് ഓർത്തോണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് കരുതിയിട്ടാണ് സ്വാതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് തിരിഞ്ഞടക്കുക. നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് സേതു അങ്ങ് തിരിഞ്ഞടക്കുമ്പോഴത്തേനും സ്വാതി അവിടുന്ന് സേതു ഏട്ടാന്ന് വിളിക്കുകയാണ്. ഒരു നിമിഷം പല്ലവി സേതു അമ്പരന്ന് പോയി. പിന്നീട് സേതു പെട്ടെന്ന് തന്നെ സ്വാതിയുടെ അടുത്തേക്ക് എന്താ എന്നോട് ക്ഷമിക്കാൻ പറയണേ. എന്നോട് ക്ഷമിക്ക് സേതേട്ടാന്ന് പറഞ്ഞിട്ട് ആ കൈയെടുത്ത് പിടിച്ചു. എന്നോട് ക്ഷമിക്കാൻ, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ.
എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്, എൻ്റെ തെറ്റൊക്കെ മനസ്സിലാകുന്നത് എനിക്കിപ്പോഴാന്ന് പറയണേ. ഇത്രയും കാലം ഞാൻ നിങ്ങളെ ശത്രുവായിട്ട് കണ്ടു, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റ് എത്രമാത്രം വലുതാന്നുള്ള കാര്യം. അതുകൊണ്ട് ഇനി ഞാനത് ആവർത്തിക്കില്ല. പക്ഷെ ഇത് വീട്ടിൽ പോയി പറയരുത്. വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊന്നും സഹിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ പറയാനൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഇങ്ങനെ നശിക്കരുത്. നശിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. സേതു പറഞ്ഞു, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലോ. നീ എൻ്റെ പെങ്ങളല്ലേ. നീയാണെങ്കിലും ഋതു ആണെങ്കിലും അച്ചു ആണെങ്കിലും എൻ്റെ പെങ്ങന്മാര് തന്നെയാ. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് ഞാൻ അന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അച്ഛൻ്റെ ആഗ്രഹം എന്തായിരുന്നു, നിങ്ങളെ നല്ല രീതിയിൽ നോക്കണമെന്നായിരുന്നു. അന്നൊന്നും ഞാനത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരാപത്ത് വന്നു കഴിയുമ്പോൾ ഞാനല്ലാതെ വേറെ ആരോ ഓടി വരാനുള്ളതെന്നൊക്കെ ചോദിക്കാം. ഇതോടെ കേട്ടപ്പം പല്ലവിക്കും സ്വാതിക്ക് ഭയങ്കര സങ്കടമായി. പിന്നീട് സേതു സ്വാതിയുടെ അടുത്തേക്ക് വന്നു. സ്വാതി സേതുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് സോറി ഇട്ടോന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണം നടത്തുവാണ്. അങ്ങനെ ആ ഒരു ഇതങ്ങ് കഴിഞ്ഞു. പിന്നീട് ഡോക്ടറെ പോയി കാണുവാണ്. പല്ലവി സേതു കൂടെ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ നോക്കിയാൽ മാത്രം മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അല്ല, അവനെതിരെ നമുക്ക് കേസ് എന്തെങ്കിലും ഫയൽ ചെയ്യണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, കേസ് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഡോക്ടറെ. അവനിട്ടുള്ള സേതുവേട്ട കൊടുത്തിട്ടുണ്ട്. പിന്നെ അവന് കേസെടുത്താലും അവൻ ഊരിപ്പോരത്തുള്ളൂ. ഇതിനു മുമ്പ് പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അവന് മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാ. അതുകൊണ്ട് അവൻ എങ്ങനെയാണെങ്കിലും ഊരിപ്പോരും എന്ന് പറയണം. അതുകൊണ്ട് കേസെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ സ്വാധീനം കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാ പാറു വീട്ടിലേക്ക് ചെല്ലുന്ന കയറുന്നേ. പാറുവിനാണെങ്കിൽ വിശ്വത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സ് നിറയും. എന്റെ ദൈവമേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ വിശ്വത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മോഹമുണ്ട്. തനിക്കും വിശ്വത്തിനോട് എതിർപ്പൊന്നുമില്ല, ഇഷ്ടമാണ്. പക്ഷെ അച്ഛനും അമ്മയെ സമ്മതിക്കണം. വിശ്വത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തനിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അച്ഛനും അമ്മയും ഒരു കാരണവശാലും സമ്മതിക്കുമെന്ന് തോന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ദ്രജിത്തിന്റെ അനിയനാണ്. അങ്ങനെ അനിയനാമത്തിന് ഈ വീട്ടിൽ സമ്മതിക്കില്ല. അത് മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ പാറു ആകെ ടെൻഷനോടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചായയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ശോഭ. പക്ഷെങ്കിൽ പാറു പറഞ്ഞ്, എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞ് മോളത്തെ മുറിയിലേക്ക് കയറി പോവാണ്. ആ സമയം മാഷ് അങ്ങോട്ടേക്ക് വന്നു. മാഷിനോട് ശോഭ പറഞ്ഞു, എന്തോ അവൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നേ. അവൾക്കൊരു മിണ്ടാട്ടമൊന്നും ഇല്ല മാഷെന്ന് പറയാം. എന്താ നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, പക്ഷെ അവളൊന്നും പറഞ്ഞില്ലെന്ന് പറയണം. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണെന്ന് അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, പല്ലവിനെ ഒന്ന് വിളിച്ചു പറഞ്ഞു നോക്ക്. പക്ഷെ പല്ലവിയോട് അവൾ കാര്യങ്ങളൊക്കെ പറയായിരിക്കും എന്ന് പറയാം. അത് ശരിയാ, ഞാൻ പല്ലവിനെ ഒന്ന് വിളിക്കാന്ന് പറയണം. അങ്ങനെ പല്ലവിനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും പല്ലവി പറഞ്ഞു, അമ്മേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരികെ വിളിക്കാന്ന് പറയാണ്. എന്താ അമ്മ, എന്തെങ്കിലും അർജന്റ് ഉണ്ടോ? അങ്ങനെയില്ല, മോളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു പറയണം. എന്നാൽ ശരി, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാന്നൊക്കെ പറയണം. കാരണം സ്വാധീനം കൊണ്ട് വീട്ടിലേക്ക് പോവായിരുന്നു. പിന്നീട് അവർ സ്വാധീനം കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ പുറത്തുകൊണ്ട് ഇറക്കി വിട്ട് സേതു പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, നിങ്ങൾ കയറി പോയിക്കോളാൻ പറയണം. ഇത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു, അതെന്താ സേതുവേട്ടൻ കയറി വരാൻ പറയണേ. ഞാൻ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണ. പൂർണ്ണാമ്മയ്ക്ക് ഇഷ്ടമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരുന്നേ. വെറുതെ എന്തിനാ ഞാൻ അങ്ങോട്ട് വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, സാരമില്ല സേതുവേട്ട, അധികം വൈകാതെ തന്നെ സേതുവേട്ടന്റെ നന്മ പൂർണ്ണാമ്മ തിരിച്ചറിയും. പൂർണ്ണമ്മ അങ്ങോട്ടേക്ക് വിളിക്കും. സേതുവേട്ടൻ ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സേതു അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും സ്വാതിയും പല്ലവിയും കൂടെ അകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ അകത്തേക്ക് എറിഞ്ഞപ്പോൾ പൂർണ്ണിമ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. സ്വാതിനെ വിളിച്ചിട്ടത് കിട്ടുന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ വല്ലാത്ത ടെൻഷനാ. അങ്ങനെ പല്ലവിയുടെ കൂടെ സ്വാതി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഋതുവൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഋതു അച്ചൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഋതു അങ്ങോട്ടേക്ക് വന്നു. ഋതു അങ്ങോട്ട് എന്നിട്ട് സ്വാതിനെ അടിമുടിയെ നോക്കി. മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ പോലെ ഇരിക്കുന്നു. എന്താ സ്വാതി, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയണം. പൂർണ്ണിമ വെച്ചു, അല്ല നിങ്ങൾ രണ്ടും എന്താ ഒരുമിച്ചെന്ന് ചോദിക്കുകയാണ്. ഇവളിന്ന് കോളേജിലേക്ക് വന്നില്ലേന്ന് ചോദിക്കാം. പല്ലവി പറഞ്ഞു, വന്നല്ലോ എന്ന് പറയണം. പക്ഷേങ്കിൽ സ്വാതിയുടെ മുഖം കണ്ട് അങ്ങനെയൊന്നും തോന്നിയില്ല പൂർണ്ണിമയ്ക്ക്. പൂർണ്ണിമയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സ്വാതിക്ക് കരച്ചിൽ വന്നു. സ്വാതി പെട്ടെന്ന് കണ്ണു തുടയ്ക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഋതു ചോദിച്ചു, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ നിനക്ക്, കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഒന്നുമില്ലായികൊന്നുമില്ല, എന്തോ മറച്ചു വെക്കാൻ നീ ശ്രമിക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം സ്വാതി പറഞ്ഞു, ഞാനൊന്നും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അല്ല ഋതുവിന് എന്താ അറിയണ്ടേ, അവളൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു, അതിന് നീ എന്തിനാ പറയണേ, ഞാൻ സ്വാതിയോടല്ലേ ചോദിച്ചേ. സ്വാതിയോട് ചോദിച്ചപ്പോ നീ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. അവള് പറയേണ്ട കാര്യം അവള് പറയട്ടെ എന്ന് പറയണം. പെട്ടെന്നാണ് സ്വാതിയുടെ സ്വഭാവം അങ്ങോട്ട് മാറിയത്, ഭാവം അങ്ങോട്ട് മാറിയത്. സ്വാതി പറഞ്ഞു, അതെ ഇപ്പം ഞാൻ പറയണത് തന്നെ നല്ല നിർബന്ധം എന്താ, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്താ, അത് കേൾക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായികയല്ലോ. പിന്നെ പല്ലവി ചേച്ചി പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. പെട്ടെന്നൊരു നിമിഷം ഋതു നമ്പരുത്, പല്ലവി ചേച്ചി, അതെ ഇതെന്റെ ചേച്ചിയാണ്, അതോടൊപ്പം തന്നെ എന്റെ ഗുരുനാഥയും കൂടെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതു വെച്ച്, നീ എന്താ പറഞ്ഞേ? അതെ എന്റെ ടീച്ചറാണ്,
എന്റെ ടീച്ചർ പറഞ്ഞ എന്താ? നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ? പോരാത്തന്റെ ഗുരുനാഥയും കൂടെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇത് കേട്ടപ്പോൾ ഋതുവിന് ഒരു ഞെട്ടലാണ് ഉണ്ടായത്. ഇവൾക്ക് എന്താ പെട്ടെന്ന് ഇത്രമാത്രം മാറ്റം? രാവിലെ പോയതവളല്ലല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. രാവിലെ തന്നെ പോലും വെല്ലുവിളിച്ചിട്ട് പോയവളാ. വൈകുന്നേരം വന്നപ്പോൾ വേറൊരു സ്വഭാവമായിട്ട് വന്നിരിക്കുന്നു. എന്താണെന്നും മനസ്സിലായില്ല. ഇത് കേട്ടതും അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ പറഞ്ഞു, സ്വാതി നീ എന്ന് പറഞ്ഞിട്ട് സ്വാതിയുടെ അടുത്തേക്ക് എന്ന് സ്വാതിയുടെ കയ്യെ പിടിക്കുകയാണ്. പിന്നീട് അച്ഛനെ കെട്ടിപ്പിടിച്ച് സ്വാതി കരയുവാണ്. എന്നിട്ട് സ്വാതി അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാ. ഈ സമയത്ത് പൂർണ്ണമയ്ക്ക് എന്താന്ന് പോലും മനസ്സിലായില്ല. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഋതു പറഞ്ഞു, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വാതി ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോകത്തില്ല എന്ന് പറയണ. ഈ സമയം പല്ലവി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഋതു അറിയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണ. ഋതു ചേച്ചിയാണല്ലോ. എന്നിട്ട് സ്വാതിനെ നന്നാക്കാണ്ട് ഋതുവിന് പറ്റിയോ? പറ്റിയില്ലല്ലോ. അന്നെങ്കിൽ പിന്നെ മിണ്ടണ്ട, അവിടെ ഇരുന്നാൽ മാത്രം മതി എന്ന് പറയാ. കമ്പനി കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നോ. കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ കുറിച്ചൊന്നും അറിയണ്ട, അല്ലെങ്കിൽ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നോക്കിയാൽ മാത്രം മതി എന്നൊക്കെ പല്ലവി പറയാണ്. പല്ലവി അത് പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും പൂർണിമ അങ്ങോട്ടേക്ക് ഇന്ന് പുറകെ. പൂർണിമ എന്നിട്ട് ചോദിച്ചു, അല്ല എന്താ പല്ലവി, എന്താ സംഭവിച്ചിരിക്കുന്നത്? സ്വാതിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നീ എന്നെ ഒന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. ഇന്ന് രാവിലെ അവൾ കോളേജിലേക്കല്ല പോയത് അല്ലെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ പൂർണിമ കാര്യം എന്താന്ന് പറ. പിന്നീട് പല്ലവി പറയാണ്, തങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കടൽ തീരത്ത് വെച്ച കണ്ട സംഭവങ്ങളും പിന്നീട് സേതു വന്ന് രക്ഷിച്ചുകൊണ്ട് പോയതും എല്ലാ കാര്യങ്ങളും പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. പിന്നീട് പല്ലവി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട പൂർണ്ണാമേ, കുഴപ്പമൊന്നുമില്ല, സ്വാതിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് പറയണം. സാദി ഓക്കെ, സാദിക്ക് സാദിയുടെ തെറ്റ് തിരിച്ചറിഞ്ഞു. പോരാത്തന് പഴയതുപോലെയല്ല, സേതുവേട്ടനോടൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാ പെരുമാറിയേക്കുന്നേ. ഇനി സ്വാതി അങ്ങനെ വഴിതെറ്റി പോകത്തില്ല എന്ന് പറയണം. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പൊ നോർമൽ ആളെന്ന് പറയണം. ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു, ഇപ്പോഴാ ശരിക്കും ഞാനാ തോറ്റുപോയത്. ഇപ്പൊ ഞാൻ മാത്രമല്ല, മുകളിലിരുന്ന് മാധവേട്ടൻ ഇത് കാണുന്നുണ്ട്, മാധവേട്ടനും തോറ്റുപോയി കാണും സേതുവിന്റെ മുന്നില്. ഞാൻ ഒരിക്കലും സേതുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടലായിരുന്നു ഈ വീട്ടിൽ നിന്ന്. സേതു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവല്ലായിരുന്നു. സേതു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് പറ്റിയ തെറ്റാ. ഈ കുടുംബത്തിന്റെ അത്താണിയായിട്ട് നെടുന്തൂണായിട്ട് സേതു കൂടെ വേണം പല്ലവി. അവൻ വേണമെന്ന് പറയാ. സേതു മാത്രമല്ല, നീ ഈ കുടുംബത്തിൽ വേണം. നീയും സേതു ഇല്ലെങ്കിൽ ഈ കുടുംബം ഒരു കാരണവശാലും മുന്നോട്ട് പോകത്തില്ല. ഈ പൊന്നുമടം നിലംപൊത്തുന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പെട്ടെന്ന് പൂർണ്ണിമ വേണ്ട അമ്മ, പൂർണ്ണമ്മ എന്തിനാ വിഷമിക്കണേന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ്. ഈ സമയം പൂർണ്ണിമ പല്ലവിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീയും സേതു ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അത്താണി. നിങ്ങളില്ലായിരുന്നെങ്കിലോ, സ്വന്തം ചേച്ചിയാർ ഇതുപോലും അവളെ മനസ്സിലാക്കാണ്ട് ശ്രമിച്ചില്ല. പക്ഷേങ്കിൽ ഈ കുടുംബത്തിന് ആരും അല്ലാതെ എന്നിട്ട് പോലും നിനക്ക് ഈ കുടുംബത്തിനോട് ഇത്ര സ്നേഹം ഉണ്ടല്ലോ മോളെ. ഇതൊക്കെ തിരിച്ചറിയാൻ വൈകിയ ആള് ഞാനാന്ന് പറയണം. എന്റെ മാനത്തെ ഈ കുടുംബത്തെ എല്ലാം നീ രക്ഷിച്ചേ. ഒരുപക്ഷെ സ്വാതി ആ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ പറയണം. ഇത് കേട്ട പല്ലവി പറഞ്ഞു, ഇനി ഇപ്പൊ പൂർണ്ണാമ വിഷമിക്കണ്ട, സേതുവേട്ടൻ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് വരും. പൂർണ്ണാമ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയണം. അവസാനം പൂർണ്ണം പറഞ്ഞു, ഞാൻ വിളിക്കാം സേതുവിനെ. ഇനി ഒരു നിമിഷം പോലും അവനെ ഞാൻ വേറൊരിടത്തും താമസിപ്പിക്കില്ല, അവനെ വിളിക്കാന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ സന്തോഷകരമായ ഒരു ദിവസമാണ് വരാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.